നമസ്കാരം. ഇന്നും അറിഞ്ഞു രണ്ട് ആത്മഹത്യകളെ പറ്റി. രണ്ടും ഡോക്ടേഴ്സാണ്. ഈ അടുത്ത് നടന്ന പല ആത്മഹത്യകളും എടുത്തു നോക്കുമ്പോൾ എല്ലാവരും തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ്, പുരുഷന്മാരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, IQ ലെവൽ ഉയർന്നവരാണ്. പക്ഷെ ഇമോഷണൽ കോഷ്യൻ്റാണ് എവിടേക്കോ താളം തെറ്റുന്നത്. എവിടെയോ വായിച്ചതുപോലെ അറിവൊരു ഭാരമാകുന്നു. കാരണം നമ്മൾ അറിവ് നേടി സൊസൈറ്റിയിൽ ഉയരത്തിൽ പോയിക്കൊണ്ടിരിക്കും തോറും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇന്ന് മറ്റുള്ളവർ അറിയുന്നതാണ് നമുക്കിഷ്ടം. അതാണോ നമ്മുടെ സേഫ് സോൺ? എനിക്കറിയത്തില്ല. പലപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ എഴുതുമ്പോൾ എവിടെയെങ്കിലും എൻ്റെ ഒരു പാളിച്ചകൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ക്രൈസിസ് സിറ്റുവേഷൻസ് ഞാൻ ഫേസ് ചെയ്തതൊക്കെ എഴുതുമ്പോൾ കഴിഞ്ഞതാണെങ്കിൽ പോലും പലരും പറയാറുണ്ട്, അയ്യോ അങ്ങനെ എഴുതരുത്, നിങ്ങളൊരു കൗൺസിലറാണ്, നിങ്ങളൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, അങ്ങനെ ചെയ്യല്ലേ, നമ്മളുടെ വൾണറബിൾ ആയിട്ടുള്ള സൈഡ്സ് അങ്ങനെ പ്രസൻറ്റ് ചെയ്യരുത് എന്ന് പറയും. നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും ഒരു കത്തിയോ ബ്ലേഡോ കൊണ്ട് നമ്മുടെ ദേഹത്ത് വരഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ അടിച്ചാൽ നമ്മുടെ ദേഹത്ത് പാട് വരുമെങ്കിൽ ഹൃദയത്തിനും മുറിവേൽക്കില്ലേ? അത്രയും ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഹൃദയത്തിന് മുറിവേൽക്കില്ലേ? നമ്മൾക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പിടയ്ക്കില്ലേ? അപ്പം ശരീരവും മനസ്സും തമ്മിൽ ബന്ധമില്ലേ? നമുക്ക് ശരീരത്തിന് ഏത് അവസ്ഥയിലും നമുക്ക് ശരീരത്തിന് ഏൽക്കുന്ന ഓരോ ചെറിയ മുറിവിനും നമുക്ക് പെയിൻ വരുമെങ്കിൽ മനസ്സിനും അതുപോലെ തന്നെയല്ലേ? പക്ഷെ നമ്മൾ മനസ്സ് കവർ ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ബാധ്യസ്ഥരാകുന്നത് മുന്നോട്ട് പോകും തോറും. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ മുഖമൊന്ന് കരിവാളിച്ചാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ പെട്ടെന്ന് അതിന് മാസ്ക് എടുത്തിടും, എന്തെങ്കിലുമൊക്കെ എടുത്തിടും, ബ്യൂട്ടി പാർലറിൽ പോകും. ചെറുതായിട്ട് കൈയൊന്ന് വേദന എടുത്താൽ ഷോൾഡർ പെയിൻ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകും. ചിലപ്പോൾ എന്തെങ്കിലും ഒടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഇടും. അതിൻ്റെ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴാണ് അത് ശരിയായിട്ട് പിന്നെയും നമ്മൾ പ്ലാസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഫിസിയോതെറാപ്പിയോ ഒക്കെ ചെയ്താണ് ശരിയാക്കുന്നത്. പക്ഷേ മൈൻഡ് ഹീൽ ചെയ്യുമ്പോൾ, നമ്മുടെ മനസ്സിനാണ് ഹീലിംഗ് വേണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ഒരു ക്ഷമയില്ല. പെട്ടെന്നാണ് ക്വിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ വേണം. തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വന്നാൽ പോലും അനുഭവത്തിൽ നിന്ന് പറയുക കൊണ്ടുവരുന്നത് കൂടെ ബൈസ്റ്റാൻഡേഴ്സ് കൂടെ വരുന്നവരുടെ കാര്യം തന്നെ ഹോസ്പിറ്റൽസിലാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. പെട്ടെന്ന് ക്വിക്കായിട്ട് വേണം. ഈ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു മനസ്സിന് നമുക്ക് പ്രശ്നം വരുമ്പോൾ ഒരു തെറാപ്പിസ്റ്റിന് മുന്നിൽ പോകുന്നത് ഒരിക്കലും ഷെയിമല്ല, അത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തെറാപ്പി എന്ന് പറയുന്നത് തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഉടനെ മാനസിക രോഗമാണ് ഇന്ന് സ്വയം മുദ്ര കുത്തരുത്. ബാക്കി ആരും പറഞ്ഞോട്ടെ, നമ്മൾ സ്വയം മുദ്ര കുത്തരുത്. അപ്പം ഒരു പ്രൊഫഷണലായിട്ടിരിക്കുന്നവർക്ക് അവരുടെ ഒരു ഉദ്യോഗത്തിൻ്റെ സ്റ്റാറ്റസ് ഉയരും തോറും അവർക്ക് പ്രശ്നങ്ങൾ വന്നുകൂടാ. അങ്ങനെ വന്നാൽ ഉടനെ ചങ്ങലയ്ക്കും ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കരുത്. അഥവാ ചോദിച്ചാലും അത് മൈൻഡ് ചെയ്യണ്ട. കാരണം നമ്മൾ ജീവിച്ചിരിക്കണമെന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ്. പിന്നെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതും നമ്മുടെ മാത്രം ആവശ്യമാണ്. ബാക്കി ആർക്കും ഇപ്പോൾ 1-2 ദിവസത്തെ വാർത്തകൾക്കപ്പുറം ഒന്നുമില്ല, അല്ലേ? എല്ലാവരും ജീവിക്കും, ആരും ഇല്ലെങ്കിലും എല്ലാവരും ജീവിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ആത്മഹത്യ ചെയ്ത് എന്തിനാണ് നമ്മളുടെ അത്രയും നാളത്തെ ജീവിതത്തിൻ്റെ ഒരു നിറം മാറ്റുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവശേഷിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ശരിയാണ്, ചിലർക്ക് പറയാൻ എളുപ്പമാണെന്ന് പറയും. പക്ഷെ അതിനൊരു ആരോടെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തൂടെ? നമ്മളെപ്പോഴും മാസ്ക് ഇട്ട് തന്നെ ജീവിക്കണം എന്ന് നിർബന്ധമുണ്ടോ?